ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇവിടെയൊക്കെ 2 ദിവസമായിട്ട് നല്ല അടിപൊളി മഴയാണ്. മഴ തോരുന്നതേ ഇല്ല. മഴയും പിടിച്ച് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ആറ്റുമീൻ കിട്ടി. അത് എൻ്റെ പ്രിയപ്പെട്ട അമ്മു എനിക്ക് കൊണ്ട് തന്നതാണ്. നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു കുട്ടിയാണ് അമ്മു. അതുല്യ. അത് കുറേ മീൻ അതിൻ്റെ ഹസ്ബൻഡ് വല ഒക്കെ ഇട്ട് പിടിച്ച മീനാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് എനിക്ക് കൊണ്ട് തന്നു. ഞാൻ വിചാരിച്ചെന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് വെട്ടാൻ അത്ര വലിയ പരിചയമൊന്നും ഇല്ല. പിന്നെ ഞാനൊരു ടാസ്ക് ഏറ്റെടുത്തതുപോലെ ഞാനങ്ങ് വെട്ടുവാണ്. നല്ല മഴയുണ്ട്, നല്ല മഴ. ഈ മഴയത്തിരുന്നാണ് ഞാൻ ഈ മീൻ വെട്ടുന്നത് കേട്ടോ. ഒന്നാമതേ ഈ മീനിന് നല്ല വഴുക്കലുണ്ട്. പിന്നെ ഞാനത് ചാരമൊക്കെ ഇട്ട് പുരട്ടി ചാരത്തിലൊക്കെ മുക്കി ഒന്ന് പിടിക്കാൻ പരുവത്തിന്. നേരത്തെ പണ്ടൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ വെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചാരത്തിലൊക്കെ മുക്കിയിട്ടേ. അപ്പം അതുപോലെ തന്നെ ഞാനും കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കുക. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വശമൊന്നുമില്ല. പക്ഷേ മഴ കാരണം മുറ്റത്തിരിക്കാനും മേല. ഈ മീനാണെങ്കിൽ പെരയ്ക്കകത്തിട്ട് വെട്ടാനും പറ്റത്തില്ല. പിന്നെ ഒരു പരുവത്തിനൊക്കെ ഞാൻ വെളിയിലൊക്കെ ഇട്ട് വെട്ടിയെടുക്കുക. അപ്പോൾ ഇവർ പറഞ്ഞത് അവരതിൻ്റെ ചെതുമ്പലെടുത്ത് കളഞ്ഞിട്ട് കല്ലിലിട്ട് ഉരച്ചെടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈർക്കിലി എടുത്ത് നല്ലപോലെ ചെത്തി മുനയുണ്ടാക്കിയിട്ട് ഈ മീനിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ആ ഈർക്കിലി ഇങ്ങനെ അവിടെ ചേർന്നിരിക്കുന്ന ആ തൊലി ചെത്തി കളഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനതിനെ പൊളിച്ച് എടുത്തത്. പക്ഷേ കുറേ സമയം എടുത്തു ഇത് ചെയ്യാനായിട്ട്. ഒന്നാമത് മഴയും മുറ്റത്ത് കൊതുകും ആകെ വല്ലാത്ത ഒരു ഇതായിരുന്നു. പിന്നെ ഒരു പരുവത്തിന് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് വെട്ടിയെടുത്തു. കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. 1ഉം 2ഉം അല്ല, 10 മീനോളം ഉണ്ടായിരുന്നു. പിന്നെ ഈ 10 മീനും ഞാൻ ഒരു ഇതായിട്ട് അവിടെ ഇരുന്ന് അങ്ങ് വെട്ടി അങ്ങ് എടുത്ത് ചെയ്യുമ്പോൾ അതൊന്നിച്ചങ്ങ് വെട്ടി വൃത്തിയാക്കി അങ്ങ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ മീനിനകത്ത് കൈ ഇടുമല്ലേ, അപ്പോൾ ഒന്നിച്ചങ്ങ് വൃത്തിയാക്കി അങ്ങ് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാനതെല്ലാം അവിടെ ഇരുന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തു. ഇച്ചിരി കഷ്ടപ്പെട്ടാലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ്. പക്ഷേ ഭയങ്കര മുള്ളാണ്. മുള്ളുകൊണ്ട് നിറയെ മുള്ളുമാണ്. എന്നാൽ ആ മുള്ളിനോളം ടേസ്റ്റും ഉള്ള ഒരു മീനായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ? ഇവിടെ ആണെങ്കിൽ 2 ദിവസമായിട്ട് നല്ല സൂപ്പർ മഴയെന്ന് വെച്ചാൽ സൂപ്പർ മഴ. അങ്ങോട്ട് തോരുന്നതേ ഇല്ല. ഇത്തിരി തോരും, വീണ്ടും മഴ പെയ്യും, പിന്നെയും തോരും, പിന്നെയും മഴ പെയ്യും. അങ്ങനെ മഴയോട് മഴ. എന്തായാലും ആ ചൂടിനൊക്കെ ഒരാശ്വാസം വന്നു. പിന്നെ ഞാൻ ഈ മീനിനെ പതുക്കെ അതിൻ്റെ തൊലിക്കകത്ത് നിന്ന് ചെത്തി എടുത്ത് ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ കൂടി ഈ മഴവെള്ളം കൂടെ തെറിച്ച് വീഴുമ്പോഴേ ചാരമിട്ട് പിടിച്ചാലും കയ്യിൽ നിന്ന് അങ്ങ് തെന്നി അങ്ങ് പോവുമായിരുന്നേ. പിന്നെ ഒരു പരുവത്തിനൊക്കെ ഇങ്ങനെ പിടിച്ച് ചെത്തി അങ്ങ് എടുത്തു. ഒട്ടും തന്നെ അതിൻ്റെ ദശയൊന്നും പോകാതെ ഞാൻ കുറച്ച് ക്ഷമയോടെ പതുക്കെ. ഞാൻ ഇങ്ങനത്തെ മീനൊന്നും വെട്ടിയിട്ടൊന്നുമില്ലെന്നേ. എനിക്ക് അതിനെപ്പറ്റി അത്ര വശവുമില്ല, എനിക്ക് അറിയത്തുമില്ല. പിന്നെ എപ്പോഴൊക്കെയോ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ എടുക്കുന്ന കണ്ടിട്ട് ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ പതുക്കെ വൃത്തിയാക്കി എടുത്തതാണ്. അതിൻ്റെ കൂടെ മഴയും. മുറ്റത്താണെങ്കിൽ നമുക്ക് ഇപ്പം ഈ മഴ സീസണായി കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ഇറങ്ങിയാലേ ഭയങ്കര കൊതുകാന്നേ. അപ്പം മുറ്റത്തിരിക്കാനും മേല, കൊതുകും കുത്തുന്നു, മഴവെള്ളവും തെറിച്ച് മേത്ത് വീഴുന്നു. അങ്ങനെ ഞാൻ ശരിക്കും പാടുപെട്ട് അത് വൃത്തിയാക്കിയെല്ലാം. അതിൻ്റെ അവർ പറഞ്ഞത് തൊലി പൊളിച്ചെടുത്തെന്നാണ്. പക്ഷേ തൊലി ചെതുമ്പൽ ഇങ്ങനെ ചിരണ്ടിയിട്ട് കല്ലിൽ ഉരച്ചൊക്കെ എടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനതിന് തൊലി ചെത്തിയിട്ട് നല്ല വൃത്തിയാക്കി എടുത്തു. അപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ എടുക്കുന്നത് പോലെ ഇരിക്കും, നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഒട്ടും അഴുക്കൊന്നും അതിലിരിക്കത്തുമില്ല. ഇതാ കണ്ടോ. അങ്ങനെ ഞാൻ മുഴുവനും വൃത്തിയാക്കി എടുത്തു. കൂട്ടത്തിൽ നമുക്ക് ഇന്നലെ ഒരാളൊരു ചക്ക തന്നായിരുന്നു. അപ്പോൾ അന്ന് ആ മീനും കറി വെച്ച് ചക്കയും വേവിക്കാമെന്ന് കരുതി ഏട്ടൻ ചക്ക വൃത്തിയാക്കുവാണ്. അങ്ങനെ ഞാൻ ആ മീനെല്ലാം അവിടെ ഇരുന്ന് വെട്ടി. കണ്ടോ, ഇത്രയും കട്ടിയുള്ള തൊലിയായിരുന്നു അതിൻ്റേത്. അപ്പം ഞാനതെല്ലാം പൊളിച്ചൊക്കെ എടുത്തത്. ഇനി വേസ്റ്റ് എല്ലാം കൂടെ നമുക്ക് തെങ്ങിൻ്റെ ചോട്ടിലെങ്ങാനും കുഴിച്ചിടാനായിട്ടേ ആ പ്ലാസ്റ്റിക് കൂടിനകത്തിൽ തന്നെ എല്ലാം കൂടെ വാരി എല്ലാം കൂടെ വെച്ചിട്ട് തെങ്ങിൻ്റെ ചോട്ടിലെങ്ങാനും കുഴിച്ചിട്ടാൽ തെങ്ങിന് വളവുമാകും. അയ്യത്ത് കിടന്ന് വാടയും എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ അതിനെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഇനി മീൻ
വെട്ടിയ മീൻ ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകണ്ടേ, ആ ചാരമൊക്കെ അതിനകത്ത് പിടിച്ചിരിക്കുമല്ലേ. അപ്പോൾ ആ ചാരമൊക്കെ കഴുകി അതിൻ്റെ ആ അകത്തൊക്കെ ഒന്ന് തുറന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുക. അപ്പോൾ എൻ്റെ മോൻ പറയുമായിരുന്നു, അമ്മേ ഇത് വെട്ടിയ പോലെ അല്ലല്ലോ, ഇപ്പോൾ എന്തോരം വൃത്തിയായെന്ന്. ഞാനത് അതിൻ്റെ ആ മൊത്തം നമ്മളിങ്ങനെ ചാരം മുക്കി മുക്കി ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് ആ ചാരമെല്ലാം അതേ പറ്റിയിരിക്കും കിളുകിളാന്ന്. കുറച്ച് വഴുവഴുപ്പ് അതിന് കൂടുതലുള്ള മീനാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ മീനെല്ലാം നല്ല വൃത്തിയായിട്ട് വെളിയിൽ, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ മീനൊന്നും അകത്ത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലെന്നേ. കാരണം ഈ അഴുക്കെല്ലാം നമ്മുടെ അകത്തെ സിങ്കിനകത്തൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മീനൊക്കെ വൃത്തിയാക്കാൻ എപ്പോഴും വെളിയിൽ തന്നെയാണ് നല്ലത്. എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് അകത്ത് കൊണ്ടുവന്ന് ബാക്കി പരിപാടി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഞാൻ മുറ്റത്ത് നിന്ന് ആ സമയം കൊണ്ട് എന്തായാലും ഒരുവിധം മഴയൊന്ന് തോന്ന് കിട്ടി കേട്ടോ. അതുവരെ നല്ല മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുമായിരുന്നു. ഇപ്പം കുറച്ച് മീൻ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് മഴയൊക്കെ ഒന്ന് തോർന്നു, എല്ലാം ഒന്ന് സെറ്റായി. അപ്പോഴത്തേന് ഞാൻ മീനെല്ലാം നല്ലതുപോലെ തേച്ച് കഴുകി. എൻ്റെ കയ്യിലും നഖത്തിൻ്റെ ഇടയിലും ഒക്കെ അങ്ങ് ചാരം കട്ട പിടിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് തേച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി, മീനും വൃത്തിയാക്കി, ചട്ടിയെല്ലാം കഴുകി, ആ മീനിൻ്റെ പുറത്തൊക്കെ ഇരുന്ന ചാരമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരണ്ടിയെല്ലാം എടുത്ത് കളഞ്ഞ് അങ്ങനെ നല്ല പോലെ ഒന്ന് കഴുകി ഞാനിങ്ങനെ ദാണ്ട അകത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ ഒരു മീൻ മാത്രം ഞങ്ങൾ കറി വയ്ക്കാനായിട്ട് എടുത്തുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് മീനൊന്നും കറി വെച്ചാലൊന്നും ഇവർക്ക് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. വറുത്താലാണെങ്കിൽ കൊച്ചും ഏട്ടനും ഒക്കെ കഴിച്ചോളും. ഇവർക്ക് വറക്കുന്നതാണ് ഇഷ്ടം. കറി വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കഴിക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ ആ ബാക്കി 9 മീനും വറക്കാനായിട്ടെല്ലാം നുറുക്കി വയ്ക്കുവാണേ. അപ്പോൾ ഒരു മീൻ മാത്രം കറി വയ്ക്കാനെടുത്തു. അത് ചക്കയ്ക്ക് എന്തെങ്കിലും കൂട്ടാൻ വേണ്ടായോ. അപ്പോൾ അത് കണക്കാക്കി ചക്കയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു മീനെടുത്തു. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ നുറുക്കി. പക്ഷേ വെട്ടി കൊണ്ടുവന്നപ്പോൾ നമ്മൾ അത്രയും പാടുപെട്ടിട്ട് എല്ലാം ഇതായിട്ട് കിട്ടിയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇനി ഇച്ചിരി കട്ടിയുള്ള മീനായതുകൊണ്ടേ അതിനകത്ത് കുറച്ചധികം മുളക് പൊടി വേണം. അപ്പം ഞാൻ ഈ മീൻ വറക്കാൻ എപ്പോഴും എരിവുള്ള മുളക് പൊടിയേ എടുക്കുകയുള്ളൂ കേട്ടോ. അതിനായിട്ട് ഞാൻ എരിവുള്ള മുളക് പൊടി പ്രത്യേകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഞങ്ങൾ പൊടിച്ച് വെച്ചതാണ്. അതുപോലെ പിന്നെ കുരുമുളക് പൊടി എടുത്തു. അതിന് ശേഷം ഉപ്പ് ഞാൻ പലപ്പോഴും കൈകൊണ്ടാണ് ഉപ്പ് എടുക്കുന്നത്. അങ്ങനെ ഉപ്പും എടുത്തു. പിന്നെ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചധികം വിനീഗർ ഒഴിച്ചു. കാരണം വിനീഗറും കൂടെ പുരട്ടി അല്ലെങ്കിൽ നാരങ്ങാ നീരോ ഒക്കെ പുരട്ടി നമ്മൾ മീൻ വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഞാൻ കുറച്ചുകൂടെ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പുരട്ടി എല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ പിടിച്ചൊഴിച്ച് നല്ലതുപോലെ കുഴച്ച് നല്ല പരുവാക്കി എടുക്കും. എന്നിട്ട് ഈ സമയത്ത് ഞാൻ നോക്കും ഇതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണോ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി, പോരാങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം മീൻ അതിനകത്തിട്ട് പുരട്ടി നല്ലതുപോലെ മീൻ പുരട്ടി ഞാൻ കുറേ സമയം ഞാൻ വെച്ചിരുന്നു. കാരണം അത് കുറച്ച് കട്ടിയുള്ള മീനല്ലേ. അപ്പോൾ അതിലൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ലതുപോലെ മീനിൻ്റെ അകത്തും പുറത്തും എല്ലാം മസാല തേച്ച് ഞാൻ കുറച്ച് നേരം വെച്ചായിരുന്നു. എന്നിട്ടേ ഞാൻ വറുത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് ഇങ്ങനെ പച്ച ചുവയ്ക്കും. അതിൻ്റെ ആ ഉള്ളിലോട്ടുള്ള മാംസമൊക്കെ ആണെങ്കിൽ ഒരു ഉപ്പും പുളിയൊന്നും പിടിക്കാത്ത പോലെ ഇരിക്കുവേ. അത് കാരണം ആദ്യമേ മീനെല്ലാം അങ്ങ് പുരട്ടി വെച്ചിട്ട്, അത് ഞാൻ എപ്പോഴും അങ്ങനെയാണ്. വറക്കാൻ മീൻ എടുക്കുവാണെങ്കിൽ ഞാൻ ആദ്യമേ വറക്കാനുള്ള മീനിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ കറിക്കുള്ളത് ഞാൻ നോക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ മീനും, പക്ഷേ കുറച്ചധികം മീനുണ്ടായിരുന്നു കേട്ടോ. നല്ല മീനുമായിരുന്നു. വറുത്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു മുള്ളിൻ്റെ സീൻ മുള്ളങ്ങനെ വലിയ പ്രശ്നമായിട്ടില്ലായിരുന്നു. കാരണം നല്ലതുപോലെ അങ്ങ് മൊരിച്ചെടുക്കുമ്പോഴേ മീൻ നമുക്ക് മുള്ള് അങ്ങനെ അധികം അറിയുന്നില്ല. പക്ഷെ കറിക്കകത്ത് ഭയങ്കര ഇതായിരുന്നു, കുരുകുരാന്നങ്ങ് മുള്ള് നിൽക്കുമായിരുന്നേ. പിന്നെ അങ്ങനെ ഞാനെല്ലാം അരപ്പൊക്കെ പുരട്ടി വേറൊരു ഇലയിലോട്ട് മാറ്റി എല്ലാം വെച്ചിട്ട് പിന്നെ അതൊരു പാത്രത്തിലാക്കി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇലയിലേക്കെല്ലാം അരപ്പൊക്കെ പുരട്ടി നല്ല ഇതായിട്ട് വെക്കും. അതിനിടയ്ക്ക് എൻ്റെ കയ്യിലൊക്കെ പറ്റി ഇരിപ്പുണ്ട്.
സത്യത്തിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയൊക്കെ ഭയങ്കരമായിട്ടങ്ങ് പുകഞ്ഞു. കാരണം ഞാൻ ഭയങ്കര എരിവുള്ള മുളക് പൊടിയല്ലേ, നമ്മുടെ പാണ്ടിമുളകിൻ്റെ പൊടിയാണ് എടുത്തത്. അതിൻ്റെ പുകച്ചിൽ ഇത് കഴിഞ്ഞപ്പോഴായിരുന്നു കൈ ഭയങ്കരമായിട്ടങ്ങ് പുകയുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കൈയുടെ പുകച്ചിലൊക്കെ മാറ്റിയത്. അങ്ങനെ മീനൊക്കെ പുരട്ടുവാണ് ഞാൻ. കറി വയ്ക്കാനുള്ള മീനാണ് കണ്ട ചീനിച്ചട്ടിക്കകത്തിൽ സിങ്കിനകത്ത് കാണുന്നത്, താഴെ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് നല്ല സൂപ്പറായിട്ടൊക്കെ ഒന്ന് പുരട്ടി നോക്ക്, കണ്ട ഞാനെല്ലാം പുരട്ടിയൊക്കെ വെക്കുവാണേ. അങ്ങനെ മസാലയെല്ലാം പുരട്ടിയ മീനെല്ലാം ദാണ്ട ഇലയിട്ട് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ കറിക്കുള്ള പരിപാടി നോക്കണം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വെച്ചു. ചക്കയെല്ലാം ചേട്ടൻ അരിഞ്ഞെല്ലാം റെഡിയാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് വലിയൊരു ജോലി ഒതുങ്ങി കിട്ടി. കാരണം ഞാൻ ഈ മീനെല്ലാം വെട്ടിയേച്ച് വന്നപ്പോഴത്തേന് ചക്കയൊക്കെ റെഡിയാക്കി എല്ലാം തന്നു. ഇനി ഞാൻ കറി വയ്ക്കാനുള്ള ഇതെല്ലാം എടുക്കുവാണ്. കുറേ അധികം വെളുത്തുള്ളി പൊളിച്ച് ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോയത്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചൊക്കെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒക്കെ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെക്കുക. നമ്മുടെ കറിവേപ്പില കരിയാപ്പില എല്ലാം പറിച്ചു. പിന്നെ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ വന്നപ്പം ഇവിടുത്തെ ഞങ്ങളുടെ അമ്മ ഉണക്കി തന്ന കുടംപുളിയാണിത്. നല്ല പുളിയാണ്, നല്ല ടേസ്റ്റുള്ള പുളിയാണ്. ഇത് കറിക്കകത്തിട്ടാൽ നല്ല രുചിയാണ്, വലിയ കട്ടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചേറെ പുളിയെടുത്ത് കണ്ടോ, ഒട്ടും കട്ടിയില്ലാത്ത നല്ല പുളിയായിരുന്നു. ഇതിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുളിയെടുത്ത് കഴുകി വെള്ളത്തിലിടുവാണ്. ഇത് കണ്ടോ, പിഴുപുളിയാണ്, വാളംപുളി. ഇത് നമ്മുടെ ഇതും അതുപോലെ അമ്മ വൃത്തിയാക്കിയിട്ട് കുരുവൊക്കെ കുത്തി ഉപ്പുകല്ലൊക്കെ ഇട്ട് തന്നതാണ്. ഞാനിങ്ങനെ ഭരണിയിലിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്കിനിയും ചക്ക വേവിക്കാനും മീൻ കറി വയ്ക്കാനും തുടങ്ങാം. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് ചക്കക്കുരുവൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കക്കുരുവും കൂടെ കിടക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ്, വെന്ത് കുഴഞ്ഞ് വരുമ്പോൾ. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ എണ്ണ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ കയ്യിലും തേക്കുക. കാരണം എൻ്റെ കൈ പുകഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങ് ആ മുളക് പൊടിയുടെയൊക്കെ ചൂട് കൊണ്ട് കൈ വെച്ചല്ലേ നമ്മൾ മീനിൻ്റെ എല്ലാം പുരട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് കൈ പുകഞ്ഞിട്ട് മേലായിരുന്നു. പിന്നെ മീൻ കറിക്കുള്ള മസാല എല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നിച്ചങ്ങ് എടുത്ത് വെക്കുവാണേ. അതാകുമ്പോൾ നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പം പെട്ടെന്ന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇതിന് ഞാൻ ചേർക്കുന്നത്, കറിക്ക് ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും നമ്മളിവിടെ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടി എടുത്തു. എണ്ണ ചൂടായപ്പോഴത്തേനും ഞാൻ ചതച്ച് വെച്ചിരുന്ന എല്ലാം കൂടെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വരുമ്പോഴത്തേന് ബാക്കിയെല്ലാം കൂടെ ചേർക്കാമല്ലോ. പക്ഷേ ഞാൻ ആദ്യമേ ഉലുവ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, മറന്നുപോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഉലുവായും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ കൂട്ടത്തിൽ അങ്ങ് മൂത്തോളുമല്ലോ. അപ്പോൾ ഒരു വശത്ത് മീനിൻ്റെ എല്ലാം മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കയുടെ അരപ്പൂടെ അങ്ങ് റെഡിയാക്കാമെന്ന് കരുതി. കാരണം ഇപ്പുറത്ത് ചക്കയും വേകുന്നുണ്ടല്ലോ. അപ്പം മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ കുറച്ചധികം വെളുത്തുള്ളിയും, കാരണം ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് വെളുത്തുള്ളിയൊക്കെ ഏറെ ചേർക്കണം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം വരും. ഇത് കണ്ടോ, ഞങ്ങളുടെ പറമ്പിലുണ്ടായ കാന്താരി മുളകാണ്. കുറച്ച് പറിച്ചത് കുറച്ചേറെ ഞാൻ അതിനകത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ശകലം കുരുമുളകിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ 2 വറ്റൽ മുളക് കൂടെ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു. എനിക്കിഷ്ടമാണ് ചക്കയൊക്കെ വേവിക്കുന്നതിനകത്ത് വറ്റൽ മുളകൊക്കെ അരച്ച് ചേർക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഇത് കണ്ടോ, മീൻ വെട്ടി എൻ്റെ നഖം പൊട്ടിപ്പോയി കണ്ടോ, പൊട്ടി അങ്ങ് മാംസത്തിൻ്റെ ആ ഭാഗം. അത് കാരണം എനിക്കിങ്ങനെ കിള്ളി പിടിക്കാൻ ഭയങ്കര വേദനയാണ്. എന്നിട്ട് ഞാൻ പിന്നെ കൈക്ക് നല്ല വേദനയുണ്ട്, എന്നാലും ബാക്കി പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ. അങ്ങനെ ചക്കയ്ക്ക് ഒരു മുറി തേങ്ങ എടുത്ത് ചതയ്ക്കാനൊക്കെ എടുക്കുവാണേ. അപ്പോൾ ഞാൻ ഈ കാന്താരി മുളകും എല്ലാം ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അങ്ങ് എടുക്കുവാണേ. അപ്പോഴത്തേന് നമ്മുടെ കണ്ടോ, ക്രഷ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ മീനിൻ്റെ ഉള്ളിയൊക്കെ മൂത്തായിരുന്നു. പൊടിയെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ അങ്ങിട്ട് അങ്ങ് ഇളക്കുക. നേരത്തെയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഓരോന്നോരോന്നായിട്ടായിരുന്നു ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേന് ചിലപ്പോൾ അങ്ങ് മുളക് പൊടി അങ്ങ് മൂത്ത് പോകും, അല്ലെങ്കിൽ മല്ലിപ്പൊടി അങ്ങ് മൂത്ത് പോകും, അല്ലെങ്കിൽ ആദ്യം ഇട്ട പൊടി അങ്ങ് മൂത്ത് പോകും. ഇപ്പം ഞാൻ അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാത്രത്തിലോട്ട് ഒന്നിച്ച് അങ്ങ് എടുത്ത് വെക്കുമ്പോൾ ഒരേ സമയം തന്നെ എല്ലാം കൂടെ നമുക്ക് അങ്ങ് ഇടാൻ പറ്റുമല്ലോ. അങ്ങനെ ഇട്ടതാണ്. പിന്നെ കുറച്ച് കല്ലുപ്പാണ് ഞാൻ കറിക്ക് ചേർത്തത്. പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചു.
ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന പുളി കണ്ടോ, കഴുകിയപ്പം നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. പുളിയും കൂടെ അങ്ങോട്ട് കൊടുത്തു. കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചു. ഇപ്പുറത്ത് ചക്കയുടേതും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചക്ക ഈ പറഞ്ഞ പോലെ മഴ പെയ്തെങ്കിലും അധികം വെള്ളം കയറിയ ചക്കയൊന്നും അല്ലായിരുന്നു. അത് കാരണം ചക്ക വേവിക്കാനും കുറച്ചേറെ വെള്ളം വെച്ച് കൊടുക്കേണ്ടി വന്നു. എന്താണെന്നറിയാവോ, ചക്ക കുറച്ചങ്ങ് അടിയിൽ പിടിച്ചായിരുന്നു. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെയും കുറച്ചുകൂടെ വെള്ളം വെച്ചു. പിന്നെ കരിവേപ്പില നമ്മുടെ വീട്ടിലുള്ളതായതുകൊണ്ട് ധാരാളം അങ്ങ് വാരിക്കോരി അങ്ങ് ഇട്ട് കൊടുത്ത്. ചക്കയ്ക്കകത്തിലും കുറച്ചിട്ട് കൊടുത്തു. പിന്നെ എല്ലാത്തിലും ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. കണ്ടോ, കുറച്ച് കല്ലുപ്പും കൂടെ ചക്കയുടെ മുകളിൽ. എല്ലാം എനിക്കൊരു കൈക്കകത്ത് ഞാൻ വാരിയായി ഇടുന്നത്. ആ സ്പൂണൊക്കെ എല്ലാത്തിലും കിടപ്പുണ്ട്. പക്ഷേ സ്പൂണൊന്നും ഇടത്തൊന്നുമില്ല. ചിലപ്പോൾ കൈകൊണ്ട് വാരി അങ്ങിടും. അപ്പം എന്താ, നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളച്ചു. ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ മീൻ ഇട്ടിട്ടില്ലല്ലോ, അന്നേരം നമുക്ക് ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനതാ ഉപ്പൊക്കെ നോക്കുക. കണ്ടോ, ഉപ്പ് കുറവായിരുന്നു ഞാൻ അന്നേരം നോക്കിയപ്പോൾ. പിന്നെ ഞാൻ ശകലം കൂടെ ഉപ്പിട്ട് കൊടുത്തു. കൈക്ക് അന്നേരം നല്ല വേദനയുണ്ട്. കാരണം ഈ മീൻ പൊളിച്ച് ബലമായിട്ട് പിടിച്ച് നഖവും പൊട്ടിയിരിക്കുമല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. എന്നിട്ട് പിന്നെ ഞാൻ തിളച്ച ആ ചാറിനകത്തോട്ട് ഉപ്പൊക്കെ പരുവത്തിനായി കഴിഞ്ഞപ്പം മീൻ കഷ്ണം അങ്ങ് പെറുക്കി ഇട്ട് കൊടുത്തു. പെട്ടെന്ന് വേകും കേട്ടോ. ഈ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ വേവൊന്നുമില്ലല്ലോ. അങ്ങോട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വേവ് പെട്ടെന്നാണ്. അപ്പം എല്ലാം ഇട്ട് എല്ലാം കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചു. ഇപ്പുറത്ത് ചക്ക ഞാൻ ഒന്നുകൂടെ ഇതിനിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തായിരുന്നു. ഉപ്പിട്ടിട്ടേ ഒന്നുകൂടെ ഒന്ന് കുടഞ്ഞൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ചക്കയുടെ ഇടയ്ക്കോട്ട് ഇങ്ങനെ തിക്കി നോക്കിയിട്ട് ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഞാൻ അതിനകത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് അരപ്പൊന്ന് വേവാനായിട്ടെല്ലാം ഒന്ന് മൂടിയൊക്കെ ചക്ക കൊണ്ട് തന്നെ അങ്ങ് അരപ്പ് ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ആ ജാറ് കഴുകി ശകലം വെള്ളവും കൂടെ അങ്ങ് വെച്ച് കൊടുത്തു. കണ്ടോ, ചക്ക നന്നായിട്ട് വെന്തു, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ അങ്ങ് ഇളക്കി അങ്ങ് എടുക്കാം. അപ്പം ഞാൻ ചക്കയൊന്ന് താത്ത് വെച്ചിട്ട് ആ സ്റ്റൗവിൽ നിന്ന് അങ്ങ് താത്ത് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി എടുക്കുവാണ്. കണ്ടോ, അരപ്പെല്ലാ ഭാഗത്തോട്ടും. പക്ഷേ ചക്കയ്ക്ക് നല്ല എരിവായിരുന്നു. കാരണം കാന്താരി മുളകും കുരുമുളകിൻ്റെ വറ്റൽമുളകിൻ്റെ എല്ലാം കൂടെ വന്നപ്പം ആദ്യം ഞാനൊരു പച്ച ചക്കച്ചുള തിന്ന് നോക്കിയപ്പോഴേ കുറച്ച് മധുരം പോലെ എനിക്ക് തോന്നിച്ചു. പക്ഷേ വെന്ത് വന്നപ്പം മധുരമൊന്നും ഇല്ലായിരുന്നു. നല്ല ചക്കയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനകത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ അങ്ങ് ഒഴിച്ച് കൊടുത്തു. നല്ലതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് പച്ചക്കരിയാപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേന് ആ സമയം കൊണ്ട് നമ്മുടെ മീൻ നല്ലതുപോലെ തിളച്ച് നല്ല പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലും ഒരു തവി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കുവാണ്. പിന്നെ ആ തവിയിലുള്ളത് ഇങ്ങനെ ചെറുങ്ങനെ ആ തവി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ മീൻ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ തവിയിലെ ആ എണ്ണയും കൂടെ കറിക്കകത്തോട്ടങ്ങാകുമല്ലോ. അങ്ങനെ ഇളക്കി എല്ലാം നോക്കി കണ്ടോ, കറി കണ്ടാൽ അറിയാം നല്ല കുറുകി നല്ല പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പും പുളിയും എല്ലാം നോക്കുവാണ്, എല്ലാം പാകത്തിനായിട്ടുണ്ട്. കണ്ടോ, പുളിയൊക്കെ നല്ലപോലെ അങ്ങ് വെന്ത് പാകത്തിനായി. അങ്ങനെ മീൻകറിയും എല്ലാം ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ മീൻ വറക്കാനായിട്ട് വെക്കുവാണ്. അപ്പം ഞാൻ വലിയ തവയാണ് വെച്ചിരിക്കുന്നത് മീൻ വറക്കാനായിട്ട്. അപ്പം അതിനകത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നിട്ട് ആ കറിവേപ്പില എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ടാണ് മീൻ വറുത്തത്. കുറച്ച് മീനേ വറുത്തുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് വറുത്ത് വെച്ചിരുന്നാലും ആരും കൂട്ടാനില്ല. അതുകൊണ്ട് ഒരു 3 മീനേ വറുത്തുള്ളൂ. പിന്നെ ഒരു മീനിൻ്റെ കറി വെക്കാനെടുത്തതിൻ്റെ ആ തലയുടെ ഭാഗം ഞാൻ കറിക്കകത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനങ്ങ് വറക്കുന്നതിനകത്തിലോട്ട് അങ്ങ് എടുത്ത് വെച്ചു. അങ്ങനെ മീനെല്ലാം വറക്കാൻ അടുപ്പിലേക്ക് വെച്ചു. അതിൻ്റെ ഒരു വശം നല്ലതുപോലെ മൊരിഞ്ഞു.
സിമ്മിലിട്ട് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇല്ലെങ്കിലേ ഇത് നല്ല കട്ടിയുള്ള മീനല്ലേ, അപ്പോൾ അതൊന്ന് വെന്ത് വരാൻ സമയമെടുക്കും. അത് കാരണം സിമ്മിൽ വെച്ചിട്ട് പതുക്കെ മൂപ്പിച്ചെടുത്തത്. 3 പ്രാവശ്യമായിട്ട് അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താണ് മീനൊന്ന് മൂപ്പിച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ വീണ്ടും തിരിച്ചൊക്കെ ഇട്ട് കണ്ടോ, 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് അങ്ങനെ നമ്മുടെ മീനും വറുത്തെടുത്തു. ഇതിപ്പോൾ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നത്തില്ലേ, നല്ല മുരുമുരാതിരിക്കുന്ന മീൻ നോക്കിയേ, കണ്ടോ. അപ്പം നമ്മുടെ മീനും റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ വറക്കാനെടുത്തതിൻ്റെ ബാക്കി മീൻ ഞാനൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനായിട്ടെല്ലാം എടുത്തെല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പോൾ നമ്മുടെ മീനും ചക്കയെല്ലാം റെഡിയായി. ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുമായിരുന്നേ. കഴിച്ചു നോക്കണ്ടേ? ചട്ടിക്കകത്തെ മീൻകറി ഉണ്ടോ, നല്ല കുന്നം കാച്ചിക്കറി. കറി ഒരു കഷ്ണമൊക്കെ എടുത്ത് ചക്കയുടെ സൈഡിലേട്ടൊക്കെ വെച്ച് ചാറ് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇച്ചിരി കൂടെ ചാറൊഴിച്ച് വറുത്ത മീനിൻ്റെ ഒരു ചെറിയ കഷ്ണം സൈഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എല്ലാവരും കൊതിവെട്ട് നോക്കി നിൽക്കുവാണേ. അയ്യോ, ചക്കയും മീനും നോക്കട്ടെ. മുള്ളാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുള്ളുണ്ട് കേട്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കറിയാം. മുള്ളിരിക്കുന്നുണ്ടോ? അപ്പം ഞങ്ങൾ മഴയൊക്കെ ആയിട്ട് ചക്കയൊക്കെ തിന്നട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.